അല്ലിമലർക്കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്. സലീം കോടത്തൂർ എന്ന് പറയുന്ന സിംഗറെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു കുടുംബനാഥൻ, അതിലുപരി നല്ലൊരു ചാരിറ്റി പ്രവർത്തകൻ. പിന്നെ പാട്ടിനോട് ഭയങ്കരമായ ആർത്തി സ്റ്റേജിലോ ആൽബം മീഡിയയിലോ ഒന്നും തന്നെ ഇല്ല. ആളിൻ്റെ പരിമിതികൾ അറിയാം, പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദം കൊണ്ട് ഒരുപാട് ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു കലാകാരൻ. ഒരു ഇന്റർവ്യൂവിന് കൊയിലാണ്ടി ചാനലിൽ ഇരിക്കുക, നമ്മളെപ്പോലെ ആൽബം സ്റ്റാർസിനെല്ലാവരും. അപ്പോൾ ഇവൻ ഒന്നും സംസാരിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അൻവർ ഒന്നും സംസാരിക്കാത്ത, അപ്പോൾ സ്റ്റാറായി നിൽക്കുന്ന പെണ്ണെ മറ്റേ നിൻ കനവിലൊക്കെ വന്നിട്ട് അപ്പോൾ അൻവർ സംസാരിക്കൂ. അപ്പോൾ അൻവർ സുനിതനെ നോക്കി, സുനിത നിനക്ക് ലൈനൊന്നുമില്ലേ? അല്ല, പണ്ട് സ്ഥിരം ഗൽബാന ഫാത്തിമൊക്കെ ഇറങ്ങിയപ്പോൾ സ്ഥിരം കോള് വരും, ഷാജിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാജി അല്ല സജിയാന്ന് മാത്രം പറയും, ഇക്കയാണോ അല്ലേ എന്നുള്ളത് ഞാൻ പറയാറില്ല. എന്നോട് പല മുതലാളിമാരും കെട്ടിച്ചേരുമെന്ന് വെച്ച് ഞാൻ ചോദിച്ചു, ഞാനെന്താ നിങ്ങളെ ഓളെ കാരണം എങ്ങനാ? അല്ല, ആ കുട്ടി നമ്മളാളല്ലേ. ആൽബത്തിലെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, ഇന്റർവ്യൂ എങ്കിലും അപ്പൊ അവളെന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു പേരക്കുട്ടികൾ എത്ര ആളാന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ താഴെ കമന്റ് വായിക്കാൻ വേണ്ടിട്ട് പോയി നോക്കുന്നേരം എല്ലാരും ആ അന്നത്തെ ആ ജോഡികളെ ഞങ്ങക്ക് വീണ്ടും കാണണം. ഷാഫിക്കാടെ ഫേക്ക് ഐഡി എന്നാണ് മൊത്തം. കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു കവിഴ കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിനിതളെന്നുയിര, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളിന്നും പത്തരമാറ്റാണ്. ഓണത്തിന് ഞാൻ ചെറുപ്പം മുതലേ ജോലിക്ക് ഇറങ്ങിയ ആളാണ്, ഫുട്പാത്ത് പാളയത്ത്. പക്ഷെ അതിൽ കലാകാരനാവണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിൽ ഈ ഓണത്തിന് ഓണ കാസറ്റുകൾ കേൾക്കൂല നമ്മൾ, കൊച്ചിയിൽ നിന്ന് ഇറങ്ങണേ അതേപോലത്തെ കാസറ്റുകൾ ചെയ്യണം. അന്ന് സജേട്ടനും ഞാനും, പിന്നെ സജേട്ടൻ ഞാൻ സമ്മതിച്ച ചേട്ടൻ പറഞ്ഞൊരു സംഭവം, സജേട്ടൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് വന്നിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു പോയി, രണ്ടാൾക്കാർ എവിടെ റൂം എടുത്തിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എടാ ഇത് പണ്ട് ജലാലെ നമ്മൾ വി ഡി രാജപ്പനെ വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തില്ലേ, ഞാൻ തന്നെ വി ഡി രാജപ്പന് എഴുതിയ ആ മോഡലില്ലേ അതേ മോഡലപ്പോൾ എഴുതി കൊണ്ടുവന്നത്. എത്ര കൊല്ലം ആൽബമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് സജേട്ടന് നമ്മൾ ചെയ്ത ആ ഒരു വർക്കിൽ ആ സ്ക്രിപ്റ്റിന്റെ പാറ്റേൺ ഇന്ന് പറയാം, ഇന്ന് കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് കണ്ടിട്ട് ഞാൻ അങ്ങനെ വണ്ടടിച്ചാ. അപ്പം എൻ്റെ ആഗ്രഹം ഓണത്തിനൊന്ന് മിമിക്രി കാസറ്റ് ഇറക്കുക എന്നുള്ളതാണ്. അതിൽ ഇന്നും ഞാൻ സന്തോഷിക്കുന്നത് ഈ പരിപാടിൻ്റെ തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും, മാവേലി ഇന്നസെന്റും ഡ്യൂപ്പ് ജഗതിയായിട്ട് ഡ്യൂപ്പ് എവിടെയാ നമ്മൾ വന്നിരിക്കണേ, തിരുവഴി കൊല്ല ഷാഫി ഓണത്തെ കുറിച്ച് പറയുന്നു. അവൻ വന്നിരുന്നിട്ട് ഓണപ്പാട്ട് പാടിയിട്ട് എല്ലാരും കയ്യിലെടുത്തു. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. രഞ്ജുഷയുടെ നോട്ടം കാണുമ്പോ എന്തായാലും ഞാനൊരു കാര്യം പറയാം, എല്ലാരും എനിക്ക് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. സുനിത ഇതേ അങ്ങനെ തന്നെ ഇരിക്കണു, അൻവർ ഇതേ ഒരു മാറ്റം ഇല്ലാണ്ടിരിക്കണു, രഞ്ജു ആള് ജിമ്മായിട്ട് മൊത്തത്തിലാകെ മാറി, സാജിയേട്ടനാണ് വൈഫിന്റെ കൂടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക. എന്താ പറയണ്ടെന്ന് അറിയില്ല. കൽബാട് ഫാത്തിമ കണ്ടതിന് ശേഷം ഈ ഫാത്തിമ ഞാൻ ആദ്യമായിട്ട് കാണാം. ജയേന്ദ്ര ശർമ്മ നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നടാ, എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പം അഖില ഇങ്ങനെ ചിരിക്കണ കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് ഓണം ആശംസകൾ പറയാ. സന്തോഷമായല്ലോ. ഷാഫി കുറെ കാലം പാട്ടുകൾ പാടി, നമ്മളെല്ലാവരും ഈ ഫീൽഡിലുണ്ട്. ഒരു 20 വർഷമായി എന്തായാലും കണക്ക് കൂട്ടാം. പക്ഷെ 20 കൊല്ലത്തിന് ശേഷം വേങ്ങരയിൽ ഒരു കോളേജിൽ പോയിട്ട് പിന്നെ കൊഞ്ചല്ല പെണ്ണെ എന്നുള്ള പാട്ട് പാടിയിട്ട് വീണ്ടും 20 വർഷങ്ങൾക്ക് അപ്പുറമുള്ള ഓർമ്മകൾ തന്ന് ട്രെൻഡ് തിരിച്ചു തന്ന് നമ്മളിന്ന് കൂടി ഇരിക്കാൻ വരെ കാരണം അതാണ്. അക്കാര്യത്തിൽ ഞാൻ ഷാഫിക്ക് വലിയൊരു എന്താ പറയാ സന്തോഷവും കടപ്പാടും നന്ദിയൊക്കെ. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് ആ ഫീൽഡിനെ വീണ്ടും റിട്ടേൺ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിന് ഈ ജനറേഷനിലുള്ള കുട്ടികളോട് നമ്മളെ കടപ്പാട്. ആ കുട്ടികള് നമ്മളൊരു വരി പോലും അന്നത്തത് മാറ്റിയ അല്ലെങ്കിൽ പുതുതായിട്ട് ഓർക്കസ്ട്ര ചെയ്യുകയൊന്നും ചെയ്യാതെ തന്നെ ക്യാമ്പസിൽ സാധാരണ പോയി പാടും പോലെയാണ് വേങ്ങര കോളേജിൽ ഞാനത് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അവര് സോഷ്യൽ മീഡിയ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ്. അത് മാത്രമല്ല, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഇവരെല്ലാവരും നമ്മുടെ ആൽബങ്ങളൊക്കെ വാച്ച് ചെയ്ത് എത്ര പാട്ടവിടെ പാടുന്നു അതെല്ലാം അവർ കൂടെ പാടുന്നു എന്നുള്ളൊരവസ്ഥ കൊണ്ടുവന്നു. പിന്നെ അതൊരു ട്രെൻഡായി മാറുകയാണ്. പിന്നെ ചാടാപ്പറ ഏതൊക്കെ കോളേജ് പോകുന്നുണ്ടോ അവിടെയൊക്കെ എല്ലാ ജില്ലയിലും എല്ലാ പിള്ളേരും നമ്മളെ വിളിച്ചിട്ട് കിട്ടാത്ത സ്ഥലത്ത്
വയലിൻ ആർട്ടിസ്റ്റിനെ സോളോ പെർഫോമൻസിന് വിളിച്ചിട്ട് അവന് ലിസ്റ്റ് എഴുതി കൊടുക്കുക. എൻ്റെ സുഹൃത്താണ്, അവന് ലിസ്റ്റ് എഴുതി അയച്ചു കൊടുത്തിരിക്കുന്നത് നമ്മളെ 5 പാട്ടുകളാണ്. ഇത് പഠിച്ചിട്ട് നാളെ വായിക്കണം, എന്നിട്ട് ഇവർക്ക് കൂടെ പാടണം. അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു, ഭയങ്കര അഭിമാനം തോന്നി. നമ്മളില്ലാത്തടത്ത് പോലും അതിൻ്റെ ഒരു കാര്യം ഞാനൊരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആളോ 3 ആളോ അല്ല, അത് നമ്മൾ നിർമ്മാതാവ് മുതൽ ഇങ്ങോട്ടുള്ള അതിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. ആ പാട്ടിന്റെ 4 പേര് പാടാൻ പറ്റേ അഖിലേക്ക് അഖില പറയായിരുന്നുണ്ട് പാടണമെന്ന് ബ്രേക്കിന് സമയത്ത്. അറിയോ ആ പാട്ട്? എന്നാ കൂടെ അങ്ങ് പാടിക്കൂടെ? രഞ്ജു നന്നായി നീ എന്റെ സുൽത്താനല്ലേ, ഞാൻ നിന്റെ മുംതാസല്ലേ, അന്നും ഇന്നും നിന്നോടുള്ള മോഹബത്തല്ലേ, ഇന്നു ഞാൻ കൊണ്ടുപോകും എന്റെ പൊന്നും പൈങ്കിളിയെ, മുഞ്ചുള്ള കൂട്ടിൽ നമുക്കൊന്നിച്ചുറങ്ങാം. ലൈല ലൈല എന്റെ ലൈല ലൈല, എന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ, കൈസേ കൈസേ എന്റെ കൈസേ കൈസേ, എന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ എടി ലൈലേ ലൈലേ. ഇത് എഴുതിയതും കമ്പോസ് ചെയ്യുന്നതും നമ്മളല്ല കേട്ടോ, ഞാൻ പാടിയിട്ടേ ഉള്ളൂ. എനിക്ക് അക്കാര്യത്തിൽ തോന്നിയൊരു കാര്യം പറഞ്ഞുതരാം. അന്ന് പാടിയ അതേ ഒരു വോക്കൽ തന്നെയാണ് ഷാഫിക്ക് എപ്പോഴും. ഫീൽ ചെയ്യുന്നുണ്ട് ആ സംഭവം. ഇത്രയും ഡ്രൈ ആയിട്ട് പാടിയിട്ടും മൈൻഡ് കൊണ്ട് ഞാനിപ്പോൾ അവിടെ തന്നെടാ. പ്രയാസം കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്നുള്ളൂ. അതായത് ജീവിതം. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, അവതാരകനായ നീ ഇവരെ ദമ്പതിമാരെ ഓണവിശേഷം ചോദിക്കേ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കട്ടോ. ഷാഫി, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓർമ്മകളും സന്തോഷമൊക്കെ പറയാൻ എന്തുകൊണ്ടും നമ്മുടെ സജിയേട്ടനും ഏഞ്ചലും പറയുമ്പം ഒരുപാട് അവിടെ ക്രിസ്മസ് ഓണം ഒക്കെ ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു വീടാണത്. അടിപൊളി. പെരുന്നാൾ മോശമൊന്നല്ല എന്നാലും പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. എന്താ കാരണം എന്നുള്ളത് പറഞ്ഞില്ലേ? ഹിന്ദുസ്ഥാനിയാണ് കാരണം. അത് ഹിന്ദുസ്ഥാനിക്ക് ഒരു കഥയുണ്ട്. ഇപ്പൊ ഞാൻ അതിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു കുറച്ച് ദിവസമായിട്ടുള്ള ആലോചനയിലാണ്. മോനൊരു ദിവസം വന്നിട്ട് ചോദിച്ചു, അമ്മ അതാ നമ്മുടെ ഇഫ്താർ പരിപാടി കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ചോദിച്ചു, അമ്മ ഞാൻ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. ഹിന്ദു ആണോ? ഞാൻ പറഞ്ഞല്ല. ക്രിസ്ത്യൻ ആണോ? അല്ല. അപ്പം ഈ മതം എനിക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ പറഞ്ഞു ഹിന്ദുസ്ഥാനിയാന്ന് പറഞ്ഞു. അങ്ങനെയുണ്ട്, പറഞ്ഞു വിട്ട്. 7 വയസ്സല്ലേ ഉള്ളൂ, അപ്പം അതിൽ കൂടുതലുള്ള ഇത് ചിന്ത വരില്ല എന്ന് വിചാരിച്ച് ഞാനൊരു ബെഡ് ടൈമിലാണ് സംസാരിച്ച് വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ ക്ലാസ്സിൽ മുസ്ലിമും ഉണ്ട്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനും ഉണ്ട്, ഹിന്ദുസ്ഥാനി ആരുമില്ല, ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ ശരിക്കും പെട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞു, മന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മൾ ഈ ആ ഒരു ഇത് വേണ്ടാന്ന്. അപ്പം ഇപ്പം ഞാൻ ഇനി എന്താ പറയണ്ടേ? ഹ്യൂമൻ ബീയിങ് എന്ന് പറയണോ ഹിന്ദുസ്ഥാനി എന്ന് പറയുന്നോന്നാണ് ചോദ്യം. കൊടുത്ത മറുപടി തന്നെയാണ് നല്ല മനുഷ്യരായിരിക്കുക എന്നുള്ളത്. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മളെ പരമ്പരാഗത വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് തന്നെ അത് അകത്ത് വെച്ച് ആർക്കും ഉപദ്രവമില്ലാതെ സമൂഹത്തിന് ഗുണകരമായത് മാത്രം സംസാരിച്ചും പ്രവർത്തിച്ചും നല്ല മനുഷ്യരായി ജീവിച്ചു പോകും. കാരണം മരണശേഷം നമ്മുടെ കുറിച്ച് ആരെങ്കിലും ഓർക്കുമ്പോൾ ഒരു 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 സങ്കടത്തോടോ ദേഷ്യത്തോടു കൂടിയുള്ള ഓർമ്മ വരരുത്. ഏറ്റവും നൈർമല്യത്തോടു കൂടി നമ്മളെ ഓർക്കുന്ന കുറേ ഹൃദയങ്ങൾ സമ്പാദിക്കാനാണ് നമ്മൾ ഓരോ മനുഷ്യരും ശ്രമിക്കേണ്ടത്. നേരത്തെ വിന്നി ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സജിക്ക എന്ന് പറഞ്ഞു അല്ലേ? ഇത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സജിയേട്ടൻ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭക്തിഗാനങ്ങളും അതുപോലെ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടതും മലബാറിൻ്റെ ആൽബങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങൾ അതായത് പലപ്പോഴും എല്ലാവരും പറയുന്നില്ല, ചില സിനിമകളിലൊക്കെ മുസ്ലിം കഥാപാത്രങ്ങളെയൊക്കെ പിന്നെ വളരെ വല്ലാത്ത വില്ലന്മാരായിട്ടോ അല്ലെങ്കിൽ അമ്പയെ പരാജയം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കുറേ ഭാര്യമാരും അങ്ങനെയൊക്കെ കാണിച്ചെടുത്തിൽ എന്ത് അന്തസ്സോടുകൂടി കുറേ കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളെ സജിയേട്ടൻ അവതരിപ്പിച്ചു എന്നുള്ള. അതുകൊണ്ട് സജിക്കാന്ന് വിളിക്കുന്ന എത്ര ആളുകളുണ്ട്. അതായത് ഇതൊരിക്കാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിളിച്ചോട്ടെ. തിരുത്തിയോ? ഈ സദസ്സിലെ തിരുത്തിയില്ല. അതാണ് നോട്ട് ദ പോയിന്റ്. എന്റെ ഇന്ന് വരെയുള്ള ചിന്ത മുസ്ലിം ആണെന്നുള്ള ഒരു ഇതാണ് ഇപ്പൊ അല്ല. പണ്ട് സ്ഥിരം ഗൽബാന ഫാത്തിമയൊക്കെ ഇറങ്ങിയപ്പോൾ സ്ഥിരം കോള് വരും, ഷാജിക്ക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാജി അല്ല സജിയാന്ന് മാത്രം പറയും, ഇക്കയാണോ അല്ലേ എന്നുള്ളത് ഞാൻ പറയാറില്ല. പിന്നെ ഇപ്പോഴും കുറേ ഒരുവിധം ആളുകളൊക്കെ വിചാരം അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. പിന്നെ തിരുത്തേണ്ട കാര്യമില്ലേ? നമ്മൾ
ഇപ്പോൾ യൂട്യൂബിൽ തന്നെ നമ്മൾ comments ഒക്കെ നോക്കിയാൽ ഇപ്രാവശ്യമാണ് ഇഫ്താർ വരുന്നത്. ഇതേപോലെ അത് സോഷ്യൽ മീഡിയ ഇത്രയും വിപുലമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ജനങ്ങൾ കാണട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ സജീവൻ അത് വെച്ചു. അല്ലാത്തവരെ നമ്മൾ ഈ പെരുന്നാൾക്കിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന കുറെ ദിവസത്തെ ഇഫ്താർ മില്യനത്തിന്റെ വകയാണ്, നോമ്പുറ മുഴുവൻ. അപ്പം നമ്മളെല്ലാം ആഘോഷിക്കുന്ന ഒരു ഫാമിലിയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഓണത്തിന് വന്നിരിക്കുന്നു, അതിൽ നമുക്ക് അഭിമാനിക്കാം. കുറെ നല്ല മനുഷ്യരായ ആസ്വാദകരെ, നല്ല മനുഷ്യത്വം സൂക്ഷിക്കുന്ന കുറെ കലാകാരന്മാരെ സൃഷ്ടിച്ചു. ഇതിലിപ്പോ എനിക്ക് കാണുന്നവർക്ക് കുറച്ചുകൂടി അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ പോട്ടെ. രഞ്ജുവിന്റെ ഫാമിലി അല്ലെങ്കിൽ അൻവറെ ഇങ്ങനെ തുടക്കട്ടെ, ഇപ്പം പനിച്ചിരിക്കണ കാര്യം എന്തേ ഇപ്പൊ ഒരു ഉഷാറില്ലാത്ത? ആ ഇപ്പൊ ഫാമിലി പറയും. ഫാമിലി 2 മക്കള്, ഒരാള് 7th പഠിക്കുന്നു, ഒരാള് 4th പഠിക്കുന്നു. വൈഫ് വൈഫ് ഹൗസ് വൈഫാണ്, പെയിന്റിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് 10th പഠിക്കുന്ന അല്ല, നീയാണെങ്കിൽ പെയിന്റിങ്സ് ചെയ്യും പുള്ളിക്കാരി. ഇവിടുത്തെ ഡയറക്ടർ തുളസി കള്ളീരിനെ ഓവർടേക്ക് ചെയ്ത ആളാ. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്ടർ ആക്ഷൻ പറഞ്ഞില്ല, ആക്ഷൻ അപ്പൊ തന്നെ താജുക്ക് വർത്താനം പറയാൻ തുടങ്ങി. ഇപ്പൊ ഇവിടുന്ന് ചോദ്യം ചെയ്ത് താജു അതിന് ഡയറക്ടർ ആക്ഷൻ പറഞ്ഞില്ല, പറഞ്ഞിട്ടാ പഠിയത്. ആളെപ്പോഴും ഇവിടുത്തെ കിട്ടി, ഇവരാ പറഞ്ഞേ. ജലാൽക്ക അതാരാ? ഞാനോ? ഇപ്പൊ വന്നപ്പോ അൻവർക്ക് ഇപ്പൊ ഫാമിലിനെ പറ്റി ചോദിച്ചില്ലേ, അപ്പൊ കണ്ടപ്പം എന്റെ അടുത്ത് ചോദിച്ചു ഫാമിലി മക്കൾ, അപ്പൊ ഞാൻ പറയാമോ പേരക്കുട്ടികൾ. വേറെ ലെവലാ, വൈബാണ്. പണ്ട് ഒരു ഇന്റർവ്യൂവിന് കൊയിലാണ്ടി ചാനലിൽ ഇരിക്കുക നമ്മളെ ആൽബം സ്റ്റാർസിന് എല്ലാവരും. ഇവൻ ഒന്നും സംസാരിക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അൻവറൊന്നും സംസാരിക്കാത്ത. അപ്പോൾ സ്റ്റാറായി നിൽക്കുന്ന പെണ്ണെ മറ്റേ നിൻ കനവിലൊക്കെ വന്നിട്ട് അപ്പോൾ അൻവർ സംസാരിക്കൂ. അപ്പോൾ അൻവർ ഞാനാണ് അവിടെ. സുനിതനെ നോക്കി, സുനിത നിനക്ക് ലൈനൊന്നുമില്ലേ? അല്ല, അത് ആക്ച്വലി എന്താ സംഭവം അറിയാം. ഞാൻ പറയാം ഇല്ലാന്ന് അറിഞ്ഞിട്ട് വേണം അതൊരു ഉറപ്പ് വരുത്താൻ മതി. അല്ല, ക്ലാരിറ്റി വരുത്താം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ സുനിതനെ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഞാൻ സുനിതനെ ആൽബത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിലുള്ള കാര്യമാണ് കണ്ടതൊക്കെ എന്റെ കൂടെ. ചോദ്യമാണ്. അതെ. അപ്പൊ എന്റെ മനസ്സിലുള്ള ചോദ്യമാണ്, അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ചോദ്യമാണ്. അപ്പൊ എന്നോട് ഞാൻ ഈ ആൽബമൊക്കെ ചെയ്യണ സമയത്ത് എല്ലാവരും വിചാരം ഈ കുട്ടീനൊക്കെ ഞാൻ പരിചയമുണ്ട്, സുനിതേനെ ഞാൻ പരിചയമുണ്ട്. അപ്പൊ എന്നോട് ഓരോരുത്തർ വന്ന് ചോദിക്കും, ആ കുട്ടിക്ക് എന്താ പ്രണയം ഉണ്ടോ, ഷാഫിയുടെ ഒപ്പമുള്ള എപ്പോഴും അഭിനയിക്കണ്? പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ പരിചയമില്ല. അത് മാത്രം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നോട് പല മുതലാളിമാരും കെട്ടിച്ചേരുമെന്ന് വെച്ച് ഞാൻ ചോദിച്ചു, ഞാനെന്താ നിങ്ങളെ ഓളെ കാരണം എങ്ങനാ? അല്ല, ആ കുട്ടി നമ്മളാളല്ലേ. ഇവള് മുസ്ലിമാന്നുള്ള വിചാരം കുറെ പേർക്കുണ്ട്. ഞാൻ ഈ രഞ്ജുവിന്റെ വിഷയം പറയാം. നീ എങ്ങനെ ആ ചോദ്യം ചോദിക്കാൻ പറയാ? വേറെ കുട്ടിയുണ്ട്, ഞാൻ പറഞ്ഞുതരാ. വരുമ്പം തന്നെ അത്യാവശ്യത്തിന് പുട്ടി അടിച്ചു വന്ന, ഇവിടെ വന്നതിന് ശേഷം ആ കണ്ണാടിന്റെ മുന്നിൽ മാറിയിട്ടില്ല. അങ്ങനെയും ചെറുപ്പാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനോട് ചോദിക്കുക പേരെ കുട്ടികളുണ്ടോ? ഇതിനകത്ത് വേറൊരു ഗെയിം എന്താണെന്നറിയോ? ഇപ്പൊ അൻവറിന് ഏകദേശം എനിക്ക് സജേട്ടൻ പറഞ്ഞപ്പോഴെ പിടുത്തം കിട്ടി. വന്നപാട് രഞ്ജുജയ്ക്ക് ഒരു ചൂണ്ടിട്ടതാ, മനസ്സിലായോ? പിന്നെ സുനിതയ്ക്ക് ഇപ്പൊ വേണ്ടോളം തിന്നാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ വെട്ടോണ്ട് മൂപ്പർക്ക് ഇപ്പൊ എന്താണ്, ഞാൻ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? അതല്ല സംഭവം അറിയോ, രഞ്ജു എന്റെ ഒപ്പം അഭിനയിച്ചിട്ടില്ല ആൽബത്തില് ഇതുവരെ. അപ്പൊ എന്റെ അടുത്ത് കൂടുന്ന ഇരുത്തിയുള്ളു. അപ്പൊ ഞാൻ അതൊക്കെ ഇപ്പോഴും നടക്കും, അതൊക്കെ ഇപ്പം നടക്കൂലേ? അല്ലല്ല, അപ്പൊ ഞാൻ ഇവളിന്നെ നോക്കിയാ നമ്മളെ ആൽബത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ, പിന്നെ അടുത്ത് എല്ലാരും അഭിനയിച്ചവരാണല്ലോ അടുത്തിരിക്കുന്നത്. എനിക്ക് അവിടെ ഒരാളുണ്ടല്ലോ. അല്ല, ഇവര് ചിലരായാലും സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങാൻ പ്രയാസമുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ജയന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, ഷാഫിക്ക, അൻവർ, ജലാൽഖന്റെ കൂടെ ഇല്ല. അതല്ല, അപ്പൊ ഞാൻ രഞ്ജുവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് വീണ നായിക പക്ഷെ ഒരു പാട്ടിലുണ്ടായ കണ്ടെത്തിട്ട് തിരുത്തും അടുത്ത പരിപാടി. നിന്റെ നായികല്ല അത്, അതാരാ? അതേതാ? നീ നോക്കിന്നല്ലടാ. ഞാൻ ആരെ എടുത്ത് വട്ടം കറക്കിങ്ങിലൂടെ കട്ടായിട്ടുണ്ട്. അതെല്ലാരും കൊണ്ടും കറക്കിച്ചിരിക്കും. ഞാനാ നായികനെ കൊണ്ട് വീട്. ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കോ? എനിക്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഒരുപാട് എനക്ക് വേണ്ടിട്ട് ഞാൻ പറയണേ, ഒരുപാട് ആളുകളുടെ അടുത്ത് ഈ ചൂണ്ടടയിൽ നടത്തിക്കുന്നത്. എത്ര ലൈൻ ഉണ്ടോന്ന് ചോദിച്ചവർ അതിന്റെ ഭാഗമാണ്. രഞ്ജുഷ ഇപ്പൊ റിയൽ ആയിട്ട് എന്താണെന്ന് അറിഞ്ഞാൽ ഈ ഞെട്ടും. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി അവിടെ നിന്നോ, എന്താണ് റൈറ്റ് അടങ്ങി നിന്ന് എനക്ക് തന്നു. അനുഭവം ഒന്നല്ല. ഞാൻ ഇവളോട് പറഞ്ഞ കാര്യം ഞാൻ പറയണേ എന്താ വെച്ചാല്, ഞാൻ അപ്പൊ ഇവള് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞേ ആൽബത്തിലെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, ഇന്റർവ്യൂ എങ്കിലും അപ്പൊ അവളിന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ചോദിച്ചു പേരക്കുട്ടികൾ എത്ര ആളാന്ന് ചോദിച്ചു. അപ്പൊ അവള് അപ്പൊ അതിന്റെ ഒരു
ആ രീതി അങ്ങനെയായിരുന്നു. അഖിലക്ക് എന്തോ പറയാണ്ട്. ഇല്ല, സലീം ഖാനെ പറ്റി ഒന്ന് പറയണോ? തീർച്ചയായിട്ടും നമ്മൾ ഈ പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞു. വിളിച്ചിരുന്നു, പുള്ളി ദുബായിൽ എവിടെയാണ്, എന്തോ ഇനാഗ്രേഷൻ ആണെന്ന് പറഞ്ഞു. സലീം തിരക്കുള്ള ഖാൻ ഒരു മനുഷ്യനാണ് പാട്ടുപാട്. സലീമിന്റെ. അല്ലിമലർക്കിളി അഴകാണ്, അഴക് വിടർത്തും ചിരിയാണ്, എളിമയിലുള്ളൊരു മനമാണ്, ഇന്നെൻ ഭാഗ്യവും അവളാണ്, എന്റെ മൊഹബത്തിൻ നിധിയാണ്, എന്റെ കരളിന്റെ കരളാണ്, എന്റെ ഇഷ്കിൻ കുടമാണ്, നല്ല സുന്ദരി മോളാണ്. ഓക്കെ, ഈ ഇതിനകത്ത് പറഞ്ഞല്ലോ എന്താ, എളിമയിലുള്ളൊരു മനമാണ്. സത്യം പറഞ്ഞാൽ അതന്നെയാണ് സലീം. സലീം കോടത്തൂർ എന്ന് പറയുന്ന സിംഗറെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ലൊരു കുടുംബനാഥൻ, അതിലുപരി നല്ലൊരു ചാരിറ്റി പ്രവർത്തകൻ, പിന്നെ പാട്ടിനോട് ഭയങ്കരമായ ആർത്തി. സ്റ്റേജിലോ ആൽബം മീഡിയയിലോ ഒന്നും തന്നെ ഇല്ല. ആളിൻ്റെ പരിമിതികൾ അറിയാം, പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദം കൊണ്ട് ഒരുപാട് ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു കലാകാരൻ. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും എല്ലാവരോടും വളരെ സിമ്പിളായിട്ട് പെരുമാറുന്നൊരു മനുഷ്യൻ. ഇപ്പം ഒരു വിവാദപരമായ എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കണമെന്ന് ബോധമുള്ള ഒരാൾ. അതായത് എൻ്റെ മാതിരി അല്ലാന്ന്. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. എന്നിട്ട് ഞാൻ ഇവൻ വല്ലപ്പോഴും ഇവൻ ചൂടായിട്ട് എന്തോ പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ പറയും അതിനൊക്കെ കൂടിയാണ് ഞാൻ. എന്നെ ജനങ്ങൾ വെറുത്തോട്ട് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അവനെ ജനങ്ങൾ വെറുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അവനെ എഗെയിൻസ്റ്റ് ആയിട്ട് വേറൊരു നെഗറ്റീവ് എന്തെങ്കിലും വർത്താനം അവനെക്കുറിച്ച് പറയാന്നുള്ളതോ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര നല്ല മോനാണ്. ഞാൻ ഏറ്റവും ആസ് എ ബ്രദർ എന്നുള്ള ആൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിച്ച് സുഖമാണോ എല്ലാം അന്വേഷിക്കുന്നത്. ഈ അവസരത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. കൊറോണ കാലത്ത് എല്ലാ കലാകാരന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ മേഖലയാണ് ആദ്യം അടക്കുക. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുമ്പോൾ ഏറ്റവും അവസാനം തുറക്കുന്നതും എൻ്റർടൈൻമെൻറ്റ് മീഡിയയാണ്. ഒന്നാമത് ജനങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനുള്ള അവസ്ഥയല്ല, അതുപോലെ അത് അവതരിപ്പിക്കാൻ സമൂഹത്തിൽ പറ്റുകയില്ലല്ലോ ആ സമയത്ത്. അങ്ങനെ നിൽക്കുമ്പോൾ കഷ്ടപ്പാടിൻ്റെ വഴിയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 800 രൂപ ദിവസക്കൂലിക്ക് സജിയേട്ടൻ അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ടെക്സ്റ്റൈൽസിൽ, സുഹൃത്തിൻ്റെ ടെക്സ്റ്റൈൽസിൽ ഏകദേശം ഒരു 2 മാസത്തോളം പോയി. അതിനിടയിൽ ഒരു ദിവസം എൻ്റെ അക്കൗണ്ടിൽ ഒരു 5000 രൂപ. അപ്പോൾ ഇത് എവിടുന്ന് വന്ന് എന്താണെന്നൊന്നും അറിയുന്നില്ലല്ലോ, എനിക്ക് ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. ഇത് ആരയച്ചന് ഏതോ ഒരു പേരൊക്കെ ഉള്ളു, എനിക്കൊരു പരിചയമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആരുടെ. അങ്ങനെ ഒരു ദിവസം വിശേഷങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞടാ ഇങ്ങനെ ഇങ്ങനെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരു 5000 രൂപ അയച്ചിട്ടുണ്ടാ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നേരെ ഞങ്ങളൊരു 100 കലാകാരന്മാരെ ഞാനൊരു ലിസ്റ്റ് ഇട്ട്. 100 ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പുറത്ത് പറയാൻ മടിയുണ്ടെങ്കിലും കാണുമ്പം ലോണിനെടുത്ത കാറുണ്ട്, നല്ല വീടുണ്ട്, പക്ഷേ ഇത് മാത്രം തൊഴിലായ ആൾക്കാരുണ്ടല്ലോ, പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ആളുകളൊക്കെ, അവരൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലൊരു ഓണം വന്ന് ആ സമയത്ത് ഒരു 100 കിറ്റുകൾ ഉണ്ടാക്കി. ഞാൻ പോകാൻ പറ്റാത്ത ഏരിയകളുണ്ടല്ലോ, അതിനെന്തെന്നാ പറയുക, എന്ത് ഏരിയ അന്ന് പറയാ, കണ്ടെയ്ൻമെൻറ്റോ, അങ്ങനത്തെ സോണുകളിലേക്കൊക്കെ സ്പെഷ്യൽ പാസ്സൊക്കെ വാങ്ങിച്ച് എല്ലാവരുടെ വീടുകളിലും രാത്രി കാലങ്ങളിൽ കൊണ്ടു കൊടുത്തു. അതിലേക്ക് ഞാൻ ചേർത്തു. ഇത് അയച്ചത് സലീമാണ്. എനിക്ക് വേണ്ടിയിട്ട് 5000 രൂപ. അവൻ നോക്കണം, അവൻ്റെ കയ്യിലും പൈസ ഇല്ലാത്ത സമയമാണ്, പക്ഷെ ഞാൻ പോലും അറിയാണ്ട് എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്ത ആള്. അപ്പം അതിനേക്കാൾ എത്രയോ മികച്ച കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ മോള് അന്നമോള് അതിനെ ജീവിതത്തിലേക്ക് കിട്ടൂല എന്നാണ് അവൻ്റെ അടുത്ത് ഡോക്ടർമാർ അന്ന് വിധി എഴുതിയത്. അതിനെ ജീവിപ്പിച്ച് എന്തെല്ലാം ചെയ്യും. അന്നത് സംസാരിക്കൂല. ആ കുഞ്ഞിനെ കാണരുത്. തുടക്കത്തിൽ എല്ലാവർക്കും അറിയുന്ന ആ കുഞ്ഞിന്ന് ആടുന്ന് പാടുന്ന് എൻജോയ് ചെയ്ത് സ്കൂളിൽ പോകുന്നു. അതൊരു സെലിബ്രിറ്റി ആയി മാറുകയും അതിലൂടെ ഒരു പാർലർ ഉണ്ട്, പൗരം മേക്കപ്പ് സ്റ്റുഡിയോ, അതിന്റെ ഇനോഗ്രേഷൻ അന്നമോളായിരുന്നു. അതെ, സമ്പാദിക്കാൻ അത് ഒരു സ്റ്റാർ, സ്വയം ഒരു സ്റ്റാറായി അവനാക്കി കൊണ്ടുവന്നു. എന്നിട്ട് മമ്മൂക്കാന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുന്നു. നോക്കണം, അങ്ങനത്തെ ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാവുന്നു. അതിലൂടെ സമ്പാദിച്ച പൈസ വെച്ച് ആ കുഞ്ഞ് ഒരു സ്ഥലം വാങ്ങിച്ചു. അത് വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്, എല്ലാ വിശേഷങ്ങളും എന്നോട് പറയും. നോക്കണം, അങ്ങനെ ആ കുടുംബത്തിനെ ആക്കി മാറ്റിയ ഒരു വലിയ കലാകാരനാണ് സലീം. അത് ഇവിടെ ഓർത്തയിൽ അകലേക്കൊരു പിന്നെ അന്തം വിട്ട കുന്തമാരിങ്ങനെ ഉണ്ട്. ഫാമിലി പറഞ്ഞോട്ടെ. ഫാമിലി, ഹസ്ബൻഡ് IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നു അവിടെ കൊച്ചിയിൽ തന്നെ. പിന്നെ 2 കുട്ടികളുണ്ട്. 2 ആൺകുട്ടികളാണ്. മൂത്ത ആള് +1 പഠിക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് 2.5 വയസ്സ്. അതാണ്. പിന്നെ പപ്പ മമ്മി
ഞാനൊരു മോളാണ്. എനിക്ക് ശരിക്കും എവിടുത്തുകാരിയാ? ഞാൻ കാലിക്കറ്റ് ആണ്. അതെ, കോഴിക്കോട് പുതിയങ്ങാടിയാണ് എന്റെ തറവാട്. അല്ല, അപ്പൊ ഫാത്തിമ അഭിനയിക്കുന്ന സമയത്ത് കോഴിക്കോട്ടുണ്ടായിരുന്നു? ഫാത്തിമ അഭിനയിക്കുന്ന സമയത്ത് ഇവിടെയാണ് താമസിക്കുന്നത്. എക്സ്പെൻസ് പോയല്ലോ അന്നത്തെ. ട്രാവൽ എക്സ്പെൻസ് കുറെ കൊടുത്തിരുന്നല്ലോ, അത് വാങ്ങി പോയിരുന്നല്ലോ. ജയേട്ടന്റെ വിശേഷം വരെ. ജയേട്ടന്റെ വിശേഷം ഫാമിലി, വൈഫ്, 2 പിള്ളേര്. മൂത്താള് +1, രണ്ടാമത്തെ ആള് 4.5 വയസ്സ്, ഇപ്പം LKG. നല്ലൊരു നടനാട്ടോ ചോട്ടാ. ആ, നമ്മളെ പൊന്നു മോനാണ്. എനിക്ക് അവന്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്ടങ്ങാടി അഖിലന്റെ നന്നായിട്ട് അഭിനയിക്കും. അഖില വലിയ മുതലാളിയാണെന്നൊക്കെ കേട്ടല്ലോ. പാച്ചുമോൻ ഷാപ്പി, അഖില വലിയ മുതലാളിയാണെന്നൊക്കെ കേട്ടു. അത് കേക്കട്ടെ. പറയും. ബ്യൂട്ടി സലൂൺ, ബ്യൂട്ടീഷ്യൻ ആണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ബാലുശ്ശേരി തന്നെ ഷോപ്പ്. ബാലുശ്ശേരിയില് എവിടെ ഷോപ്പ് പറഞ്ഞു? ബാലുശ്ശേരി സന്ധ്യ തിയേറ്ററിന്റെ അടുത്ത്. നമ്മളെ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയല്ല. ഇതാരാ ചോദിക്കുന്നത്? ഷോപ്പിന്റെ പേരെന്താ? പവിഴം മേക്കപ്പ് സ്റ്റുഡിയോ. ഒരു പരസ്യം കൂടി ആവട്ടെ. ഇനിയിപ്പോ ഈ ഇന്റർവ്യൂ കഴിയുമ്പോ പവിഴം മെസ്സേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോ. ബാക്കി ഡീറ്റെയിൽ പറയും. പിന്നെ കുട്ടികളായിട്ടില്ല, ഹസ്ബൻഡ് ഞാനും ആണുള്ളത്. പിന്നെ ഒരു വിഷമമുള്ള ഒരു കാര്യം, സജിയേട്ടാ എന്റെ അമ്മ ഇപ്പൊ ഇല്ല, 1 വർഷമായിട്ട്. ഒരുവിധം എല്ലാവർക്കും അറിയാം, എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരാള്. ഹസ്ബൻഡിന്റെ പേരെന്തേനും? ശ്രീലേഷ്. അടിപൊളി വ്യക്തിത്വം കേട്ടോ. മൂപ്പരുടെ ഒരു സ്റ്റൈല് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എന്തായാലും പേര് ശ്രീലേഷ്. ശ്രീലേഷ് ഭായ് അടിപൊളി. കുടുംബത്തെ പറ്റി പറയാത്ത സുനിത, നീ പറ. എൻ്റെ കുടുംബം, ഹസ്ബൻഡ്, 2 മക്കളാണ്, 2 ആൺകുട്ടികളാണ്. ഒരാൾ 7ാം ക്ലാസ് പഠിക്കുന്നത്, ആൾ വന്നിട്ടുണ്ട്. മറ്റേ ആൾ 2.5 വയസ്സായിട്ടുള്ളൂ, വീട്ടിലുണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് പോകണം. ഇപ്പൊ എവിടെയാ താമസം? ഇപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. എനിക്ക് ഒരു പാട്ടിലെ നായികയായിട്ട് അഭിനയിക്കോ? അത് മാത്രമേ ബാക്കിയുള്ളൂ. ആദ്യം നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടേ. ഹലോ, അതൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് വർഷങ്ങളുടെ ഓർമ്മ. മെനിഞ്ഞാന്ന് ഇവിടെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ താഴെ കമന്റ് വായിക്കാൻ വേണ്ടിട്ട് പോയി നോക്കുന്ന നേരം എല്ലാരും അന്നത്തെ ആ ജോഡികളെ ഞങ്ങക്ക് വീണ്ടും കാണണം. അത് സജേട്ടൻ തന്നെ അവതരിപ്പിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് ഒഴിവാക്കി. അങ്ങനെ പറയരുത്. ഷാഫിക്കാടെ ഫേക്ക് ഐഡി എന്നാണ് മൊത്തം. ഇവരെവിടെ അതെ, അതിലും അല്ല, നീ ചെയ്യാൻ പോകുന്ന ആ വർക്കിൽ ഞാനുണ്ടാവില്ല ക്ലൈമാക്സിൽ. അതൊരു സുനിത നായിക ആകുന്നുണ്ടെങ്കിൽ അന്ന് വന്ന പോലെ റിയാസ് പയ്യോളി രചനയും സംഗീതവും ഞാനും. ശീലമായി എന്ന് പറയുന്ന ഒരു പാട്ടാണ്, നല്ല പാട്ട്. ശീലമായി അല്ല, ശീലമായി കേട്ടോ. ഞാൻ അതൊന്നും ഇപ്പൊ ചോദിച്ചു വരും. ഓനതേ കേക്കൂ. ശീലമായി, നല്ല പേര്. ശീലമായി അഭിനയിക്കുന്നു. അപ്പൊ ഞാൻ ഇത് പറയട്ടെ, അങ്ങനെ ഇവൻ ഞാനെന്താ പറയാ കാരണം എന്താ പറയാ, ഇവൻ ഒരു വർക്ക് ചെയ്താൽ അതിൽ സുനിതണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആരെ വെച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ക്ലൈമാക്സിൽ എവിടെയൊക്കെ ഞാൻ ചെല്ലും. ഇവൻ കാപ്പാടുന്നൊരു വർക്ക് ചെയ്യാണ്, ഇവരെല്ലാരും കൂടെ ഉണ്ട്. അപ്പൊ വൈകുന്നേരം എനിക്ക് വിവരം കിട്ടുന്നു, ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഇപ്പൊ സ്വകാര്യമായിട്ട് വന്നിട്ട് ഇന്നെ അറിയിക്കാണ്ട് ഞാൻ നേരെ ബൈക്ക് കൊടുത്ത് അങ്ങോട്ട് പോയി. ഞാൻ ചോദിച്ചു, എന്താ നിന്റെ റോള്? നിന്റെ റോളോ? എടാ, പാട്ട് ഷൂട്ട് തീരാനായി. അപ്പൊ തന്നെ അമേശേട്ടൻ പറഞ്ഞു, നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്ലൈമാക്സ് പിടിച്ചാലോ. അങ്ങനെ നേരെ എൻഡിൽ ഞാൻ വന്ന് കൊണ്ടുപോകുന്നു പെണ്ണിനെ. അങ്ങനെ ആക്കി. അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടൂല ഇവിടെ കൂടെ അഭിനയിക്കാൻ വേണ്ടിട്ട്. എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയട്ടെ, ജലാലിന്റെ ഫാമിലി പറയും. എനിക്ക് ഫാമിലി പറയുന്നതിന് മുൻപ് 2 വരി പാട്ട് വേണം. ഏതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പാട്ട്? അത് പറയൂ. പൊന്നിൻ നിറമായി. ഷാഫിന്റെ കല്ലായി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി. അങ്ങനെ കാരണം അവിടെ വന്നു മുതലാളിയിൽ നിന്ന് അത് വന്ന സ്ഥിതിക്ക് ഇവിടെ വന്നപ്പോ എന്നോട് ഇവര് ചോദിച്ചു, ഈ ജലാൽക്കനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ നമ്മുടെ സോഷ്യൽ മീഡിയ ടീം ചോദിച്ചു. അപ്പൊ ഈ പാട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ നിങ്ങളൊന്ന് പാടിക്കൊടുക്കോ? അതെ, പാടിക്കൊടുക്കും. കണ്ണിലിതെന്നും നിൻമുഖമാ, ചുണ്ടിലിതെന്നും തേനിശല, കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനീല രാജകുമാരി, കല്ലായിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു കവിഴ കല്ലാണ്, മനസ്സിൽ നിറയും പൂവാണ്, ആ പൂവിനിതളെന്നുയിരാ, കരിമിഴി കൊണ്ടൊരു നോട്ടത്തിൽ അവളെന്നും പത്തരമാറ്റാണ്.
താങ്ക് യു. നമുക്ക് എവിടെയും പോവാനുള്ളത് പേടിയില്ല. നല്ല ലയിച്ച് പാടി കൊടുക്കും. ഏത് വേറെ ഏതെങ്കിലും സദസ്സാണെങ്കിൽ കോളേജൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇതില് ഞങ്ങൾ വരവെച്ചു. താങ്ക് യു. ഇനി എന്റെ ഫാമിലിയെ കുറിച്ച് ഞാൻ തന്നെ പറയുന്നു, പറയട്ടെ. ചോദിച്ച് കഷ്ടപ്പെടണ്ട. പറയട്ടെ. ഞാനും റജിലയും 3 മക്കളായിട്ട് പോകുന്നു. മൂത്ത മോന് നമ്മളെ കൊച്ചിയിലെ വിഫ്റ്റ് എന്ന് പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ ഡയറക്ഷൻ സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ലൈറ്റായിട്ട് മൂപ്പർ സെലക്റ്റീവായിട്ട് ചില ആഡ്സും ഒരു സിനിമൻ്റെ ഐഡിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്ക് വേണ്ടി ഉണ്ടായ പോലെ ഉണ്ടാവണം. വള നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും ലുക്മാനൊക്കെ ഉണ്ടായിരുന്നു, വിജയരാഘവൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സജേട്ടൻ്റെ ഒരു വർക്ക് സംവിധാനം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അവനറിയാം, അവനും ചെറുപ്പം മുതലേ ഞാനിതൊക്കെ എവിടെ നിന്നാണ് കണ്ടുപഠിച്ചതും നമ്മളെ എക്സ്പീരിയൻസ് എവിടെ നിന്നാണെന്ന്. സജേട്ടൻ്റെ അടുത്ത് ഞാൻ ഫിലിമിൽ പോയി അഭിനയിച്ച ആദ്യത്തെ ദിവസം തന്നെ സജേട്ടനെ വിളിച്ചു. സജേട്ടന് ഓർമ്മ ഉണ്ടാവും. സജേട്ടാ, എത്ര ഉപകാരപ്പെട്ട് നിങ്ങളുടെയൊക്കെ ടീച്ചിങ്ങിൽ നിങ്ങളൊക്കെ മുന്നിൽ നിന്ന് വേഷങ്ങൾ ചെയ്തതിന്. നമുക്ക് അന്ന് മാർക്ക് വരച്ചു വന്ന് അഭിനയിച്ചിട്ട് ഫോക്കസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് തരുമല്ലോ. ഇത്ര സ്റ്റെപ്പ് ഇങ്ങോട്ട് പോകണം എന്നുള്ള അത് മൈൻഡിൽ ഫേസിൽ കാണിക്കാണ്ട് വേണം നമ്മൾ വെച്ചടി പോവാൻ. ഇന്നിപ്പോൾ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അവിടെ എത്ര ഉപകരിച്ചു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ് സജേട്ടനെ വിളിച്ച് ആ സന്തോഷം അറിയിച്ചതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ മക്കളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ. മോന് അവനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പിന്നെ 2 പെൺകുട്ടികളാണ്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ +1 പഠിക്കുന്നു. അവർ തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ആയിഷ, ഖദീജ. 2 മക്കളും ഇൻസ്ട്രുമെൻറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളെ റെയ്നോൾഡ്, പ്രമോദ് റെയ്നോൾഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബത്തിലെ വിശേഷം. വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. ഈ ആൽബം മീഡിയ കൊണ്ട് മാത്രമാണ് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന എന്താ പറയുക കഷ്ടപ്പാടുകളൊന്നുമില്ലാതെ മക്കൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു ലൈഫ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയാണ്. അതിലേറിയ പങ്കും ഈ ഒരു തട്ടകത്തിൽ, മില്ലേനിയത്തിൻ്റെ തട്ടകത്തിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്ത അറിവുകളും അതുപോലെ സമ്പാദ്യവും ഒക്കെ കൊണ്ടാണ്. ഈ മനുഷ്യൻ തന്നെയാണ് എന്നെ ആദ്യമായിട്ട് ബാങ്കിൽ അക്കൗണ്ട് എടുപ്പിക്കുന്നത്, ആദ്യമായിട്ട് എന്നെ കൊണ്ടൊരു കാർ എടുപ്പിക്കുന്നത്, പിന്നെ ആദ്യമായിട്ട് പാൻ കാർഡ് എടുപ്പിക്കുന്നത്. അങ്ങനെ കുറേ ആദ്യത്തെ പല സംഭവങ്ങളും. വീടിന് പ്ലാൻ വരച്ച് പെട്ടെന്ന് പണി തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ വീട് പണി നടക്കുന്ന സമയത്തായാലും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തായാലും ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ സമയത്താണ് ഞാൻ സർജറി കഴിഞ്ഞ് കിടക്കുന്നത്. അന്നേരം ഹോസ്പിറ്റൽ ബില്ലിന് വേണ്ടിയിട്ട് എനിക്ക് പൈസ അയച്ചു തന്നതൊക്കെ അന്നേരം നമ്മളുടെ അടുത്ത് അന്നേരം പൈസ ഇല്ലാത്ത സമയമല്ല, എൻ്റെ അടുത്ത് ഉണ്ട്. പക്ഷേ എന്നിട്ടും സജേട്ടൻ നമ്മൾ ഈ കുടുംബത്തിലുള്ള ഒരു അംഗമാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾക്ക് ചെയ്ത പലതും ഓർമ്മ ഇല്ലെങ്കിൽ കൂടെ ഞാൻ ഇതെടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പിന്നീട് വന്നിട്ട് വർക്ക് ചെയ്യാം. അതിനുശേഷം വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശമ്പളം വേറെ വാങ്ങാൻ കിടക്കുന്നുണ്ട്. ഇതല്ലെങ്കിൽ അപ്പൊ ഓക്കെ, എന്റെ കുടുംബ വിശേഷം ഇതൊക്കെയാണ്. സന്തോഷം. എനിക്ക് ഒറ്റ വൈപ്പേ ഉള്ളൂ, 2-3 കുട്ടികളുണ്ട്. പിന്നെ 3 കുട്ടികൾ. അത് എടുത്തു പറയാനുള്ള കാരണം എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അല്ല, നേരത്തെ അൻവർ പറഞ്ഞപ്പോ ചെറുതായിട്ട് ക്യാച്ച് ചെയ്യുന്നു. 2 കുട്ടികള്, ഒരു വൈഫ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞു. അത് മൈൻഡിൽ ഇങ്ങനെ കിടക്കണ്ടോ? ഇതൊക്കെ പറയേണ്ടി വരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനൊരു 4-5 കല്യാണം കഴിച്ചെന്ന് പിന്നെ കുറെ ആൾക്കാർ ഒളിച്ചോടി. അതിൽ ആദ്യം സുനിതനെ പറ, അങ്ങനെ കുറെ പിന്നെ ന്യൂസുകളുണ്ടല്ലോ. അപ്പൊ അത് ഇവരെ ഒന്നും ബാധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സാധുക്കൾ ആദ്യമേ ഒറ്റ ഭാര്യ എന്നൊക്കെ പറയുന്നത്. നമ്മൾ അറിയുന്നവരും അറിയാത്തവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള, നമ്മൾ കൂടുതൽ പറയാത്തൊരു കാര്യം ഞാൻ പറയണേ. അതെ. അപ്പോ ഞാൻ ആൽബത്തിലുള്ള ആരെയും കൂടെ വിളിച്ചോടിയിട്ടൊന്നുമില്ല. കല്യാണം കഴിച്ചത് ഒറ്റ കല്യാണമാണ്. 3 കുട്ടികളുണ്ട്. വൈഫ് ടീച്ചറാണ്. ആൽബം മീഡിയയിൽ ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ കേട്ടാൽ ഈ സാധു മനുഷ്യനെ കുറിച്ച് അങ്ങനെ വിചാരിക്കരുത്. എന്നെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ അങ്ങനെയൊക്കെ വിശ്വസിച്ചോ, കാരണം നമ്മൾ അങ്ങനെയൊക്കെ ആണ്. അപ്പൊ 3 മക്കള് വയസ്സ് എല്ലാം പോയി. ഓർമ്മകളെ ഒന്നും നടക്കൂല. ഇന്ന് കുറെ പേര് 3 മക്കളൊരു വൈഫ്. പറഞ്ഞു കഴിഞ്ഞില്ല. ജേഡനെ കുറിച്ചൊരു കാര്യം പറയാണ്ട്. എന്റെ ചെറിയ പ്രായത്തില് ഞാൻ കോഴിക്കോട്ടങ്ങാടിയിൽ കണ്ടിട്ടുള്ള വലിയ സംവിധായകനാണ്. മിമിക്രി എഴുതൽ സജേട്ടൻ്റെ കൂടെ ഒക്കെ നമ്മൾ മിമിക്രി കാസറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഡ്രീമും എയിമും ഒക്കെ എഴുത്തും ഡയറക്ഷനും ഒക്കെയാണ്.
പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ കൈരളി ടി വിയിൽ അലാവുദ്ദീനും അലൂമിനിയം വിളക്കും എന്ന് പറഞ്ഞിട്ടുള്ള കോമഡി സീരിയലിന് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിട്ടുള്ള എൻ്റെ ഗുരുനാഥന് തുല്യമുള്ള ഒരു വ്യക്തിയാണ്. അതും ഏറ്റവും ഇന്റർനാഷണൽ പീഡനമാണ്. സ്പോട്ടിൽ അന്നത്തെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണോ, കൊച്ചുപ്രേമൻ, ഗൂഗിളി പ്രദീപ്, ജയരാജ് സെഞ്ചുറി, അതുപോലത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ആരൊക്കെയാണ് അന്ന് വരുന്നത്, അവരെ വെച്ചിട്ട് സ്പോട്ടിൽ നമ്മൾ എഴുതണം. അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ തന്നത് ഇന്ന് ഞാൻ അത് മനോഹരമായിട്ട് എൻ്റെ ചിന്തകളിലൂടെ കൊണ്ടുനടക്കുന്നുണ്ട്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ എൻ്റെ ആദ്യത്തെ സംവിധായകനാണ് ഞാൻ. ഈ ഒരു 9 കൊല്ലം എക്സ്പീരിയൻസ് ആയപ്പോൾ, അല്ലാണ്ട് ഇന്നലെ ഷൂട്ടിംഗ് കണ്ട് പിറ്റേന്ന് പോയിട്ട് സംവിധായകനം എന്ന് പറഞ്ഞ സാധനം ഞാൻ തൊട്ടിട്ടില്ല. ഒരു 8-9 കൊല്ലം ഇങ്ങനെ നടന്ന. അപ്പോൾ ഒരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് കുറെ പാട്ടുകൾ കണക്ട് ചെയ്ത് ചെയ്യാം എന്ന് വന്ന് ഞാൻ സജീവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെർഫിന്റെ വർക്കിലൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ കഥ പറഞ്ഞപ്പം ജഗന്നേട്ടൻ പറഞ്ഞാടാ നീ തന്നെ സംവിധാനം ചെയ്യും. അപ്പോൾ ഇതിനെ ഞാൻ അഭിനയിപ്പിച്ചു. അതിൻ്റെ അകത്ത് നല്ലൊരു കഥാപാത്രം നേരെ തിരിച്ച്, അതൊരു വലിയ അനുഭവമാണത്. തീർച്ചയായിട്ടും. എന്തായാലും ചേട്ടാ, അന്ന് എനിക്ക് കിട്ടിയ ട്രെയിനിങ് ഇന്ന് പിന്നോട് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് എഴുതാനും പറ്റും. ഞാനത് മാക്സിമം സക്സസ് ആക്കാനും ശ്രമിക്കും. അത് ഇന്നിലൊരു സ്പിരിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ചെയ്തിട്ടുണ്ട്. അതൊരു ഞാനൊരു ഹോം സിനിമ ചെയ്തപ്പം നേരെ വിളിച്ചിരുത്തി, ഇത് അറിയുന്നോണ്ട് എനിക്ക് പറയാനല്ല അറിയൂ, ഇത് ക്രോഡീകരിച്ചു കൊണ്ടല്ലേ കാപ്പാട് റൂം എടുത്തിട്ട് 2 ദിവസം കൊണ്ട് ചാറ പറയാൻ പറഞ്ഞിട്ട് എത്ര 10-40 സീനുകൾ. അല്ല, കോഴിക്കോട് എന്ത് സാധനം വന്നാലും ആദ്യം എല്ലാവരും ഇപ്പം ഇന്നലെ നമ്മുടെ ഇപ്പം കണാരോണം ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അപ്പോഴും അവർ ആദ്യം പ്രിഫർ ചെയ്ത് ജയേന്ദ്ര ശർമ്മയെ വേണം എന്നാണ്. എന്റെ കല്യാണത്തിന് വന്ന സെലിബ്രിറ്റിയാണ് ജയേട്ടൻ. ജയേട്ടല്ലേ? ആരും വിളിച്ചില്ല പറയും. ഇനി എനിക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു സംഭവം വരട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടും. രഞ്ജുവിന് പോവാൻ ടൈം കഴിക്കുന്നത്. രഞ്ജുവിനെ പറഞ്ഞയക്കാൻ അൻവറിന് തീരെ താല്പര്യമില്ല. ഇപ്പുറത്ത് സുനിതാണ് ചെറിയ കുട്ടികളുമായി ചിരിയും കളിയും. സജേട്ടൻ കുറുകുംപ്രാവ് 2 വരി പാടണം. അതാ റിയാക്ഷൻ വന്ന്. അല്ല, അത് ഒന്നാമത്തെ എന്താ വെച്ചാൽ സജേട്ടൻ പാടും. സജേട്ടൻ നല്ല ആസ്വാദകൻ. പാടൂല അല്ല സജേട്ടൻ, നമ്മളെല്ലാരും ഒരുമിച്ച് പാടും. പാട്ടിനെ പറ്റി വേറൊരു സാധനം കൂടെ പറയും. ഈ ആശകളില്ലാത്തതിനെ പറ്റി നീ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ചിരിച്ച് കരഞ്ഞു. ഞാനിപ്പോഴും ഈ ഖൽബാണ് ഫാത്തിമ വിഷ്വലില് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ വിഷ്വലി ട്രീറ്റ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പിന്നെ ഷോർട്ട് ബേസ് എടുത്തിട്ടുള്ള ഒരു പാട്ടാണ് ആശകളില്ലാതെ. സംഭവത്തിനകത്ത് നമ്മളൊരു പിന്നെ ഫസ്റ്റ് ഓപ്പണിങ് ഈ കുട്ടി ഇയാളെ വന്ന് മീറ്റ് ചെയ്യുന്ന സാധനത്തിൽ കുപ്പി തട്ടി പൊട്ടി ആ കുപ്പി പിടിച്ച് നിൽക്കുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. ആ സാധനം ഒന്ന് വിഷ്വൽ എടുത്ത് കണ്ടു നോക്കണം. നമ്മൾ ഒരു ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് ആ സാധനം വർക്ക് ചെയ്തത്. പക്ഷേ അതിൻ്റെ മുകളിൽ കയറി കിടക്കുന്ന സാധനമാണ് നെഞ്ചിനുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പാട്ട് സത്യം പറഞ്ഞാൽ ഇത് വിഷ്വലി അത് ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തല്ലേ ചേട്ടാ? ഊട്ടിയിൽ ഈ അത് നമ്മൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ചില ദിവസങ്ങൾക്കൊക്കെ പറയില്ലേ, ചില ദിവസങ്ങൾ ഇപ്പോൾ ചൊവ്വാഴ്ച വർക്ക് തുടങ്ങരുന്നൊക്കെ ഞാൻ മറ്റേതാണല്ലോ. അപ്പോൾ അതെന്താ ചൊവ്വാഴ്ച തുടങ്ങിയാൽ ഇപ്പോൾ ജയന്തൊക്കെ പറഞ്ഞ് ചൊവ്വാഴ്ച തുടങ്ങാൻ പറ്റില്ല, അപ്പോൾ തിങ്കളാഴ്ച തുടങ്ങാം, അല്ലെങ്കിൽ ബുധനാഴ്ച പറ്റില്ല, ചൊവ്വാഴ്ച തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച തുടങ്ങി, ഷൂട്ട് തുടങ്ങി, നേരെ ഊട്ടിക്കാണ് പോണത്. ഊട്ടിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു എസ്റ്റേറ്റിൽ പെർമിഷനൊക്കെ ചോദിച്ച് ഷൂട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അതല്ലേ ഫോറസ്റ്റുകാർ വന്ന് പിടിച്ചോണ്ടുപോയി. ക്യാമറ അടക്കം എല്ലാം ഫുള്ള് ഒരു ഷോട്ട് എടുത്തു, ഒരു ക്രെയിൻ ഇട്ടിട്ട് ഒരു ഷോട്ട് എടുത്തു. നേരെ ഒരു ഫോറസ്റ്റുകാരൻ വന്ന് നിന്നു, ഇത് ഫോറസ്റ്റിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു വണ്ടി മൊത്തം വന്ന് ക്യാമറ ഉൾപ്പെടെ എടുത്ത് കയറ്റി വണ്ടി എല്ലാവരും കയറ്റി കൊണ്ടുപോയി. പിന്നെ ഫോറസ്റ്റ് ഓഫീസിലിരിക്കുക രാവിലെ തൊട്ട്. വൈകുന്നേരം ആയപ്പോൾ എനിക്ക് തോന്നി രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വലിയ കളികൾ കളിച്ചു. നമ്മൾ അത്യാവശ്യം കണക്ഷനൊക്കെ ഉള്ള ആളല്ലേ. ഇവിടെ വിളിച്ചു, ഇവിടുത്തെ ഫോറസ്റ്റ് മറ്റേ റേഞ്ച് ഓഫീസറെ വിളിച്ചു, മറ്റവരെ വിളിക്കലൊക്കെ വിളിച്ചു. അപ്പോൾ ഇവർ തമിഴ്നാട്ടിലേക്ക് വിളിച്ചു. ഇത് താഴത്തുള്ള ഏതോ ലോക്കൽ ഓഫീസർ ചെയ്തൊരു പണി എന്തോ ചിലരെ കിട്ടാൻ വേണ്ടിയിട്ട് അതെന്തോ ഒരു 1000 രൂപ കൊടുത്താൽ തീരുന്ന കേസേ ഉള്ളൂ. ഇത് പക്ഷേ മുകളിൽ കൂടെ ഇങ്ങനെ വന്നപ്പോൾ ഇയാളെ കൈമൊന്നും പോയി. ഇയാൾക്ക് പിന്നെ വിടാൻ പറ്റില്ല. ഇത് സംഭവം ഫോറസ്റ്റിലൊന്നുമല്ല ഷൂട്ട് ചെയ്ത്, ഒരു പൈസക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നമ്മൾ പെട്ടു. അവസാനം വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങളെ നോക്കി നിങ്ങളും ഇരിക്കേണ്ടി വരും, പിന്നെ പുറത്ത് വിട്ടാൽ ഞാൻ പൈസ ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യാന്നുണ്ട്. അങ്ങനെ ഒരു അന്നത്തെ കാലത്ത് 2005 25,000 രൂപ കൊടുക്കേണ്ടി വന്നു. ഒരു ദിവസത്തെ ഷൂട്ടും പോയി. പിറ്റേ ദിവസത്തേക്ക് നായകനില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള അറേഞ്ച്മെന്റ് അപ്പോൾ ഷൂട്ട് നടക്കുക എന്നുള്ളത് അറിയില്ലല്ലോ. നായകനില്ല. അപ്പോൾ ഇവരെല്ലാവരും നായകനില്ല, അപ്പോൾ നിങ്ങൾ അഭിനയിക്കും. ഞാൻ അഭിനയിക്കില്ല പറഞ്ഞവരെല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം എല്ലാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവസാനം റെഡിയായി. അങ്ങനെയാണ് അഭിനയിക്കുന്നത്.
അപ്പം പിറ്റേന്ന് പക്ഷേ ഞാനിത് പേടിച്ചിട്ട് ഇത് ആദ്യമായിട്ട് അഭിനയിക്കുകയാണല്ലോ. അപ്പം അതുകൊണ്ട് മോണിറ്റർ നോക്കിയില്ല. ഞാൻ വേറെ ഒന്നും കൂടി പറഞ്ഞുതരാം. ഞാൻ 13 വയസ്സിൽ സ്വന്തമായിട്ട് എഴുതി സംവിധാനം ചെയ്ത് നായകനായിട്ട് അഭിനയിച്ച് നാടകം ചെയ്ത് വരുന്നതാണ്. ആ ഒരു കഥ കൂടി എനിക്കുണ്ട്. പക്ഷെ ഇവിടെ ഈ മീഡിയയിൽ നമ്മൾ ആദ്യമായിട്ടാണ്. അപ്പോൾ അവിടുന്ന് പിറ്റേന്ന് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് സൂട്ടിൽ നിന്നാണ് സാധനം കാണുന്നത്. അപ്പോഴാണ് എൻ്റെ മേക്കപ്പൊക്കെ കാണുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ചാന്ത് പൊട്ടാണോ മറ്റേതാണോ എന്താ ഒന്നും. ഞാൻ പറഞ്ഞു അതെ ഇത് നമുക്ക് മായച്ച് കളയാം, നമുക്ക് മാറ്റി ഷൂട്ട് ചെയ്യാം, ഞാൻ വെച്ച് തുടങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു ഇത് വൃത്തികേടാണ്, ഇവരാരും സമ്മതിക്കില്ല, ഇവർക്ക് മനഃപൂർവ്വം പണിയൊന്നതാ. കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വച്ചു പുളകം പൂത്തുലഞ്ഞു. കഴിഞ്ഞ മാസം വരെ സുനുവില് നമ്മളെ ഏയില് ഒരു ട്യൂണ് പറഞ്ഞു കൊടുത്താല് നമുക്ക് അതിന്റെ പുതിയ ഓർക്കസ്ട്ര കിട്ടും, സ്റ്റേജിൽ പാടാലോ. അങ്ങനെ പഴയ പാട്ടിന്റെ ഞാൻ വെറുതെ ഒന്ന് പാടിയിട്ട് കൊടുത്തിട്ട് ഇത് മില്ലേനത്തിന്റെ അത് സുനോ എന്നോട് ഇങ്ങോട്ട്. അപ്പൊ അവിടെയും കേറി സജിയേട്ടനെ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് കുറുകുംപ്രാവ് കാണിച്ചു തന്നല്ലോ നമ്മൾ അഭിനയിക്കാന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് ആരാ പാടിയെന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ സത്യമായിട്ടും അല്ല ഹൈലി റൊമാൻറ്റിക് ആകുമ്പോ മനുഷ്യൻ എവിടെയും വരെയും പോവും, സങ്കല്പത്തിന്റെ അപ്പുറത്തും.